ധാരാളം പേർക്ക് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇത് വന്നു മാറിക്കഴിഞ്ഞാൽ 2 ആഴ്ച, 1 മാസമോ 3 മാസമോ 6 മാസമോ ഒക്കെ പലരും ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരക്കാര് സബോള ഉണ്ടല്ലോ അത് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. പ്രത്യേകിച്ച് അത് അരിഞ്ഞെടുത്തിട്ട് ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുന്നത് സഹായകരമാവും. ഈ ജലദോഷത്തെ അകറ്റി നിർത്തുന്നതിനും അത് ബാധിച്ചു കഴിഞ്ഞാൽ പോലും അതിന്റെ തീവ്രത കുറയുന്നതിനും സഹായിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് ഒക്കെ ജലദോഷം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു വൈറൽ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന കണ്ടീഷനാണല്ലോ. അപ്പൊ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഈ രോഗത്തെ തടഞ്ഞു നിർത്തുന്നതിനും നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനും സഹായകരമായേക്കാം ഈ സവോള കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. ഇനി കോവിഡ് ഒന്ന് മാറിയതിനു ശേഷവും അല്ലാതെയും ഇനി ആസ്മയും കഫക്കെട്ടും ഒക്കെ സ്ഥിരമായിട്ടുള്ളവരുണ്ട്. ജന്മന അത്തരം പ്രകൃതക്കാരുണ്ട്. തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ സ്ഥിരമായിട്ട് ചുമയും കഫക്കെട്ടും ഉള്ളവരുണ്ട്. കോവിഡ് വരുന്നതിന് മുൻപേ തന്നെ. ഓക്കെ, അപ്പൊ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും തടയുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഇഞ്ചിനീരും ചുവന്നുള്ളി നീരും തേനും തുല്യ അളവിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കൂടെ ഇങ്ങനെ പലവട്ടായിട്ട് ഒരു 1/2 സ്പൂൺ കഴിക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിയന്ത്രിച്ചു നിർത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവുന്നുണ്ട്.